നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ലെസൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇതൊരു എന്താ പറയുക മൾട്ടി കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 1 kilogram ഇസ് പുഷ്ഡ് അപ്പ് എ സർഫസ് ഇൻക്ലൈൻ ടു ദ ഹൊറിസോണ്ടൽ at an angle of 60 degree by a force of 10 Newton parallel to the inclined surface as shown in the figure. When the block is pushed up by 10 meter along the inclined surface, work done against a frictional force is. See here, ഇപ്പോൾ ഞാൻ എം മാസിലൊരു ബ്ലോക്ക് ഈ സർഫസിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ. സോ പിന്നെ നമുക്ക് ഇവൻ്റെ വെയിറ്റ് എം ജി ഇസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് നിങ്ങൾക്കറിയാം. സോ നമ്മളിതാ ഈ വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ അല്ലേ, സി ഈ ആംഗിള് തീറ്റ, സപ്പോസ് ഇത് തീറ്റ ആണെങ്കിൽ ഇത് ആംഗിളും തീറ്റ ആയിരിക്കും. സോ വി ക്യാൻ ഡിസോൾവ് ദിസ് എം ജി ഇൻ ടു 2 components അല്ലേ. ദിസ് ഈസ് എം ജി സൈൻ തീറ്റ ആൻഡ് ദിസ് ഈസ് എം ജി കോസ് തീറ്റ. ശരിയല്ലേ. ഇനി വേറൊരു ഫോഴ്സ് ഇവൻ്റെ മുകളിലായിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സർഫസിലെ നോർമൽ റിയാക്ഷൻ എന്നാണ് ഈ ഡയറക്ഷനിൽ വരും അല്ലേ. അപ്പോൾ അവിടുന്ന് വളരെ ക്ലിയർ ആണ്. സി നോർമൽ റിയാക്ഷൻ എൻ ഇസ് ഈക്വൽ ടു എന്താണ് എം ജി കോസ് തീറ്റ എന്ന് വളരെ ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ്. സി വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇവൻ ഈ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടുണ്ട് താഴേക്കുണ്ട്. സപ്പോസ് ഇവൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എസ് മുകളിലേക്കാണ്, എസ് 10 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷൻ അല്ലേ. എന്താ നമുക്ക് വരുന്നത് എഫ് എസ് ഇൻറ്റു കോസ് 180 എന്നാണ് വരിക. സോ മൈനസ് എഫ് ഇൻറ്റു എസ് എന്ന് വരും. ദിസ് ഈസ് വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷൻ അല്ലേ. അങ്ങനെയാണ് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ എന്തായിരിക്കും? വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത് നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് അങ്ങ് പോയിക്കോളൂ, എഫ് ഇൻറ്റു എസ് എന്ന് വരും അല്ലേ. ഇനി എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു എൻ ആയിരുന്നു. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എസ്. ആ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് അവർ ആ ക്വസ്റ്റ്യനിൽ ആ ഫിഗറിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 0.1 ആണ് അല്ലേ. ആ നോർമൽ റിയാക്ഷൻ എന്താണ്? എം ജി കോസ് 60 ആണ് അല്ലേ, കോസ് തീറ്റയാണ് അല്ലേ, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് വന്നു അല്ലേ. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സി ദാറ്റ്സ് ഈക്വൽ ടു 0.1 ഇൻറ്റു അല്ലേ, ആ മാസ് ബ്ലോക്കിൻ്റെ മാസ് 1 ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്, ഇൻറ്റു കോസ് ആംഗിൾ 60 ആണ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് 10 ആണ് അല്ലേ. സോ സി നിങ്ങൾ നോക്ക് 10 ഇൻറ്റു 0.1 അത് 1 വന്നോളും. സോ കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ് ഇൻറ്റു 10. സോ ആൻസർ വരുന്നത് 5 ജൂൾ എന്നാണ് നമുക്ക് ആൻസർ വരിക അല്ലേ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ, 5 ജൂൾ.